പണിക്കൂലി ഇല്ലാതെ സ്വർണം കൊടുക്കല്ലേ, അപ്പൊ അതിന്റെ മെച്ചം എന്തായാലും അവർക്ക് ഉണ്ടാവും. അവര് ചെറിയ ലാഭം മാത്രമേ എടുക്കുന്നുള്ളൂ. നേരത്തെ വാങ്ങിച്ചു വെച്ച സ്വർണം ഇഷ്ടംപോലെ കാണുമായിരിക്കും. സ്വർണത്തിന് വില കുറഞ്ഞ സമയത്ത് വാങ്ങിയ സ്വർണം, അപ്പൊ പിന്നെ പണിക്കൂലിയും സ്വർണത്തിന്റെ വിലയൊക്കെ കുറയ്ക്കാമല്ലോ. അങ്ങനെ പരിധിവിട്ട കളിക്കൊന്നും മൂർത്തി ജ്വല്ലറി തയ്യാറാവത്തില്ല. കാര്യങ്ങളുടെ പോക്കിതാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ എടുത്തി. നമ്മുടെ നാട്ടിലൂടെ മൂർത്തിസ് ജ്വല്ലറിക്ക് ഇടിവ് പറ്റിയ മുത്തശ്ശനത് സഹിക്കാൻ പറ്റത്തില്ല. ആദർശേട്ടന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് എന്റെ പേടി. ഏട്ടത്തെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അങ്ങനൊരു ചരിത്രമാണ് നമ്മുടെ ജ്വല്ലറിക്കുള്ളത്. എന്റെ രണ്ട് അമ്മാവന്മാരെ മാറ്റി നിർത്തിയിട്ടല്ലേ ആദർശേട്ടൻ MD ആക്കിയത്. ചെറിയ തെറ്റുകൾ പോലും ബിസിനസ്സിൽ മുത്തശ്ശൻ ക്ഷമിക്കില്ല. അതുകൊണ്ട് നേരിയ ഭയമുണ്ട്. പിന്നെ ഏട്ടത്തെയൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കും. സംഭവിക്കാതിരിക്കട്ടെ. നിന്റെ സമയം നല്ലതാടി മോളെ. എല്ലാരും എല്ലാം അറിഞ്ഞു. അറിഞ്ഞു. കരച്ചിലും പിടിച്ചിലും തുടങ്ങി. ഇരുവരത്തിന് എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് എത്തിയിട്ടുമില്ല. അല്ല, നീ എന്താ എന്റെ സമയം നല്ല സമയാന്ന് പറഞ്ഞ? അല്ലെങ്കിൽ നീ മോഡലായ സമയത്ത് ഏൻ ജ്വല്ലറിക്ക് ഇതുപോലൊരു ഉയർച്ച ഉണ്ടാവോ? എന്നെ പടിയിറക്കി വിട്ട ആൾക്കാര് ഇനി ആദർശത്തിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും നോക്കണം. അയാള് പൊറുക്കാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ന്യായീകരിച്ച ആൾക്കാരല്ലേ ഇവിടെ ഉള്ളവര്. ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്ന് അറിഞ്ഞിട്ടും അയാളെ പുറത്താക്കാത്ത നിന്റെ മുത്തശ്ശനും അമ്മാവന്മാരും ഇനി ഇതിന്റെ പേരിൽ അങ്ങേരെ കമ്പനിന്ന് പുറത്താക്കോ? പിന്നെ ഞാൻ ഇത്രയും നേരം പറഞ്ഞ് നിനക്കൊന്നും മനസ്സിലായില്ലേ? എന്റെ അമ്മാവന്മാര് പോലും അവനെ ന്യായീകരിക്കുന്നില്ല. സ്വന്തം അച്ഛൻ പോലും. മുത്തശ്ശനാണെങ്കിൽ അതിനുശേഷം ആരോടും ഒന്നും വേണ്ടിയിട്ട് പോലുമില്ല. ഞാനാണെങ്കിൽ ഭയന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് പോലുമില്ല. ചെന്നാൽ ചിലപ്പോ ആദർശനുള്ള ദേഷ്യം എന്റെ കവളത്തായിരിക്കും തീർക്കുന്നത്. എന്തായാലും മൂത്ത കൊച്ചുമോനെ അങ്ങേരൊന്നും ചെയ്യത്തില്ല. ഇനിയിപ്പൊ ആ മൗനമൊക്കെ അങ്ങ് അവസാനിപ്പിക്കും. എന്നിട്ട് ആദർശ് വരുമ്പോ പോട്ടടാ മോനെന്നും പറഞ്ഞ് തഴുകി തലോടി അയാളെ ആശ്വസിപ്പിക്കും. അതാ ചെയ്യാൻ പോകുന്നത്. ഇവിടെ അങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല. കമ്പനി തകരുന്നത് മുത്തശ്ശനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യ. ഞാൻ മൂർത്തി ജ്വല്ലറിയുടെ പേരിൽ കള്ളസ്വർണ്ണം വിട്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ ചീട്ട് അങ്ങനെ കയറി. അന്ന് നിന്റെ അനിയത്തി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ വേണ്ടാന്നൊരു അക്ഷരം പറയാത്ത ആളാ എന്റെ മുത്തശ്ശൻ. എന്നെ ഇറക്കാൻ വേണ്ടി നല്ലൊരു വക്കീലിനെ പോലും വെച്ചില്ല. നിന്റെ കൂടെ പഠിച്ച് നവീനോട് പോലും പറഞ്ഞില്ല എന്നെ ഇറക്കിക്കൊണ്ടുവരണമെന്ന്. ആ ദേഷ്യമൊക്കെ എന്റെ ഉള്ളിലുണ്ടടാ. അതുകൊണ്ടാ ഇപ്പൊ ആദർശന് അടിക്കടി പരാജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആദർശ തീരൻ മൂർത്തി ജ്വല്ലറിയുടെ പടി ഇറങ്ങി പോവാണെങ്കിൽ അന്ന് നമുക്ക് കതിനെ പൊട്ടിക്കണം. അതിന് ഞാനും തയ്യാറെടുത്തിരിക്കല്ലേ. അയ്യോ, എന്തു പറ്റി? എനിക്ക് മുത്തച്ഛ എന്താ ഒന്നുമില്ല അമ്മേ. ആദർശനെത്തി. ഇങ്ങനൊരു സ്വീകരണമല്ല അമ്മയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. മോനെ, നീ നിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു കാണും നമുക്കറിയാം. പിന്നെ എന്നും നമുക്ക് തന്നെ എല്ലാം നേടാൻ പറ്റില്ലല്ലോ മോനെ. ഞാൻ വിളിച്ചപ്പോ ആദർശേട്ടൻ പെട്ടെന്ന് സംസാരിച്ചിട്ട് വയ്ക്കുമായിരുന്നു. പിന്നെ വിളിച്ചതുമില്ല. അതിനുശേഷം വൈകിട്ട് വരുമെന്ന് പറയാനാ അവസാനമായിട്ട് എന്നെ വിളിച്ചത്. ആ സമയത്ത് എന്താ സംഭവിച്ചേ? ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയോ? ഇന്നലെ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷവും ഹോട്ടലിലെത്തിയ ശേഷവും നിന്നെയും അമ്മയും ഞാൻ വിളിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് അമ്മയെ നിന്നെ ഞാൻ വിളിക്കേണ്ടതാ, പക്ഷെ വിളിക്കാൻ പറ്റിയില്ല. പിന്നെ നിന്റെ കോള് കേട്ടിട്ടാ ഞാൻ ഉണരുന്നത്, അതും 11 മണിക്ക്. അങ്ങനെ നീ ഉറങ്ങില്ലല്ലോ മോനെ. നിനക്കിതിന് ശ്വാസം മുട്ടലോ വല്ലതും ഉണ്ടായോ? അമ്മ, എന്താ ഉണ്ടായെന്നൊന്നും എനിക്കറിയില്ല. അന്ന് ബോധം കിട്ടി ഞാൻ ഉറങ്ങിപ്പോയി. പരിസരത്ത് എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. തലേ ദിവസം രാത്രി ഒരു ജ്യൂസ് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ല, മുത്തച്ഛൻ എന്താ പറയുന്നത്? മോനെ, അച്ഛൻ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. അമ്മ ചോദിച്ചിട്ട് പോലും അച്ഛനൊന്നും പറയുന്നില്ല. അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്കറിയാം. മുത്തശ്ശനേക്കാൾ വിശ്വസിച്ച കൊച്ചുമോൻ തല താഴ്ത്തി തിരിച്ചു വരുമ്പോ ആ സമയത്ത് മുത്തശ്ശൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാം. ഇപ്പൊ മുത്തശ്ശന്റെ അരികിലേക്ക് ആദർശേട്ടൻ പോണ്ട. പോണം. മുത്തശ്ശൻ മൗനമായിരുന്നു എന്നല്ലേ പറഞ്ഞത്. എന്നെ കാണുമ്പോ ആ മൗനമൊക്കെ മാറും. എന്തിനാ ഉള്ളതെല്ലാം മനസ്സിനകത്ത് കൂട്ടിവെക്കുന്നത്? പറയാനുള്ളതെല്ലാം പറയട്ടെ, പൊട്ടിത്തെറിക്കട്ടെ. ഞാൻ ചെയ്തതേ വിശ്വാസവഞ്ചനയാ. അമേരിക്കൻ കമ്പനിയുമായിട്ട് 5 വർഷത്തെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഞാൻ വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് മുത്തശ്ശനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം മുത്തശ്ശൻ ചെയ്തു. എന്നിട്ടും എന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച ആർക്കും പൊറുക്കാൻ പറ്റില്ല. ഞാൻ മുത്തശ്ശനെ ഒന്ന് കണ്ടിട്ട്. ഇതിലെന്തോ ചതി ഉണ്ടല്ലോ അമ്മേ. ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാവുന്ന ആദർശ് അത്രയും നേരം കിടന്ന് ഉറങ്ങില്ല മോളെ. അവന് പനി വന്നാലും ശ്വാസം മുട്ടൽ വന്നാലും 7 മണിയിൽ കൂടുതൽ അവൻ കിടക്കാറില്ല. അത് മോൾക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ടാ പോകുന്നതിന് മുമ്പും പോകുന്ന സമയത്തും എല്ലാം മുത്തശ്ശൻ ഓർമ്മിപ്പിച്ചോണ്ടേ ഇരുന്നത് ചതി പിന്നിലുണ്ടെന്ന്. ആരോ ആദർശനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അത് വേറെ ആരും അല്ല മോളെ, ആ AN ജ്വല്ലറിക്കാര് തന്നെയാ. അവര് നമ്മുടെ ജ്വല്ലറി മാത്രമല്ല, ഈ കുടുംബവും തകർക്കാൻ നോക്കുക. മോനെത്തിയോ? എന്താ മോനെ സംഭവിച്ചേ? ആ ഡീല് നമുക്ക് തന്നെ കിട്ടുമെന്ന് മുത്തശ്ശന് നല്ല ഉറപ്പുണ്ടായിരുന്നു. നിനക്കും അതുപോലെ തന്നെയാ ജയന്റെയും അജയന്റെയും കാര്യവും. പിന്നെ എന്താ പറ്റിയേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും നീ പിന്നോക്കം പോവില്ലല്ലോ മോനെ. കുറെ നേരമായിട്ട് ഇതാ അവസ്ഥ. ആരോടും ഒന്നും പറയുന്നില്ല. മുത്തശ്ശ, ഞാൻ തോറ്റുപോയി. എങ്ങനെ തോറ്റു? എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. ഞാൻ ഉറങ്ങിപ്പോയി. തലേ ദിവസം ഒരു ജ്യൂസ് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്നൊരു മയക്കം വന്നു. ഉറക്കമെന്ന് പറഞ്ഞ ഇതുവരെ ഞാനിങ്ങനെ ഉറങ്ങിയിട്ടില്ല. നയനയുടെ കോള് കേട്ടാ എഴുന്നേറ്റത്. നോക്കിയപ്പോ 11 മണിയായി. അവിടെ എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞായിരുന്നു. സാരമില്ല മുത്തശ്ശി, മുത്തശ്ശൻ എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. പക്ഷെ അതിനുള്ള കാരണം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കി. ഞാൻ ചെയ്തത് വലിയ തെറ്റാ. എന്തായി കാണിച്ചത്? അവനിൽ ഞാൻ അർപ്പിച്ച വിശ്വാസം അവൻ തകർത്തു. ചരിത്രത്തിൽ ആദ്യമായി മൂർത്തി ജ്വല്ലറി കുത്തനെ താഴേക്ക് പോയി. കാരണവന്മാരായി ഉണ്ടാക്കി വെച്ച പാരമ്പര്യം കൈമോശം വരാതെ ഇത്രനാൾ ഞാൻ കാത്തു. പക്ഷേ അവൻ ആ ഡീലിൽ പങ്കെടുത്തിട്ടല്ല പരാജയപ്പെട്ടത്. ഉറങ്ങിപ്പോയിന്ന്. ഓർക്കില്ല, ഞാൻ ഓർക്കില്ല. അച്ഛനൊന്നും മിണ്ടാത്തത് എല്ലാവർക്കും ടെൻഷനായിരിക്കുന്നത്. എന്റെ ദേവേ, ഉറങ്ങിപ്പോയി. അതാണ് നമ്മുടെ മോൻ ആ ഡീലിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം പറയുന്നത്. അത് എനിക്കും അജയനും പോലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ആദർശന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല. മനഃപൂർവ്വം അങ്ങനെ ആദർശേന ഉറങ്ങില്ലല്ലോ അളയിച്ച. ചതി പിന്നാലെ ഉണ്ടെന്ന് നേരത്തെ തന്നെ അച്ഛൻ പറഞ്ഞിരുന്നല്ലേ. ദുബായിലെ സംഭവങ്ങൾക്ക് ശേഷം മാറിയും തിരിഞ്ഞും ആദർശനെ അത് ഓർപ്പിച്ചതാ. ഇടയ്ക്ക് ജയേട്ടൻ അച്ഛൻ പറഞ്ഞു ഓർക്കുന്നില്ലേ?
അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം പോലും സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. ആദർശേട്ടാ, അച്ഛൻ നിന്നെ തല്ലിയോ മോനെ? തെറ്റ് ചെയ്ത വീട്ടിലുള്ള കാരണവന്മാര് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വഴക്ക് പറയുന്ന തല്ലുന്നൊക്കെ സാധാരണ. പിന്നെ ഇളയച്ചൻ പറഞ്ഞത് ശരിയാ, എവിടേക്ക് പോയാലും കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കണമെന്ന് മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ കമ്പനിയുടെ PR ആണെന്ന് പറഞ്ഞൊരു പെൺകുട്ടി മുറിയിലേക്ക് വന്നപ്പോ എനിക്ക് അവളിൽ സംശയം തോന്നിയില്ല. അവിടെ തെറ്റ് പറ്റിയത്. ഇങ്ങനൊരു പിഴവ് അഭിക്കാണ് സംഭവിച്ചതെങ്കിലോ മുത്തശ്ശനെ ഈ വീട്ടിലുള്ളവരും അവനോട് വെച്ചുറപ്പിക്കായിരുന്നോ? ആദർശന്റെ പ്രവൃത്തി കാരണേ കോടികളുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ സഹിക്കും ഇവിടെ ഉള്ളവര്. കാരണം അർഹതയില്ലാത്ത സമയത്ത് അമ്മാവന്മാരെ മാറ്റി നിർത്തിയിട്ട് വലിയൊരു കസേര അയാൾക്ക് ഒരുക്കി കൊടുത്തത് ആദർശം ഒരുപാട് പറയുന്ന അനന്തപുരിയിലെ കാരണവര്. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്റെ ഭാര്യ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോടാ? അല്ല, അത് പിന്നെ ചെറിയൊരു തെറ്റുണ്ടോ മോളെ നീ പറഞ്ഞതിൽ? അർഹതയില്ലാത്ത സമയത്തല്ല ഞാൻ ഇവന് MD കസേര ഒഴിഞ്ഞു കൊടുത്തത്. ഇവൻ അർഹതയുണ്ടെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടാ. എന്നാ ഇന്ന് ഇവന്റെ കഴിവുകേട് ഇവൻ തുറന്നു കാണിച്ചു. ദുബായിലേക്ക് ഇവൻ ഫ്ലൈറ്റ് കയറിയത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. എന്നാൽ അവിടെ നിസ്സഹായനായി പോയി. മുൻകൂട്ടി ചതി മനസ്സിലാക്കാതെയാണ് ആദർശേ നീ അവിടേക്ക് പോയത്. ദുബായിൽ ജയിലിൽ കിടക്കാതെ തലനാരഴയ്ക്ക് നീ രക്ഷപ്പെട്ടത് നിന്റെ വെടുക്കൊണ്ടല്ല, അവിടെയും എന്റെ കഴിവ് മുഴുവൻ ഞാൻ പുറത്തെടുത്തുകൊണ്ടാ. അതിനുശേഷം ഈ വീട്ടിനകത്ത് എത്ര തവണയാ അടച്ചിട്ട മുറിയിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചത്? എന്റെ അച്ഛനും ഇളയച്ഛനും അതിന് സാക്ഷിയാണ് അല്ലേ? അതെ അച്ഛാ. എന്താ ചെയ്യാ? അതെ അച്ഛാ. അപ്പോഴൊക്കെ ഞാൻ എന്താ പറഞ്ഞത്? ഏതോ ഒരു ശത്രു പിന്നാലെ ഉണ്ടെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. ആണല്ലോ. ഞാനും എന്റെ കാരണവന്മാരും കമ്പനി വളർത്തിക്കൊണ്ടിരിക്കുമ്പോ എതിരാളികളുമായ ആരോഗ്യപരമായ മത്സരമേ ഉണ്ടായിട്ടുള്ളൂന്ന് നിന്നോട് പലതവണ പറഞ്ഞതാ. എന്നാ ഇപ്പോ അതല്ല സ്ഥിതി. നമ്മൾ ഭയക്കാൻ മാത്രം വളർന്ന ഒരു ശത്രു ഈ കുടുംബത്തിലുപരി നിന്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ടാണ് യാത്രകൾ പോകുമ്പോ കഴിക്കുന്ന ഫുഡിൽ പോലും ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ടും ഒരു പെൺകുട്ടി കൊണ്ടുവന്ന ജ്യൂസ് കുടിച്ചു. അത് കുടിച്ചത് നിനക്കറിയാവൂ. ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ 11 മണി വരെ. നീ ഉറങ്ങിയാലേ മൂർത്തി ജ്വല്ലറി എന്നേക്കുമായി ഉറങ്ങുമെന്ന് എതിരാളികൾക്ക് അറിയാം. എടാ ജയ, ഷെയർ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന ചാനൽ വയ്ക്കും. മൂർത്തി ജ്വല്ലറി ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ആയതുകൊണ്ട് നമ്മുടെ ജ്വല്ലറിയിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വാർത്തകളാവും. എന്നാ ഇന്ന് അതുപോലെയല്ല വാർത്ത വന്നിരിക്കുന്നത്. ആരോ പൈസ കൊടുത്ത് ചാനലുകാരെ കൊണ്ട് വാർത്തകൾ പടച്ചുണ്ടാക്കിയിരിക്കുക. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് AN ജ്വല്ലറിക്ക് താഴെ അല്ലാത്ത മറ്റു ജ്വല്ലറികൾക്ക് താഴേക്ക് കൂപ്പുകുത്താൻ വേണ്ടി പണം വാരിയെറിയാണ് നമ്മുടെ എതിരാളികൾ. 5 വർഷത്തെ ഡീലാണ് ആ US ജ്വല്ലറിയുമായിട്ട് AN ജ്വല്ലറി സൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ ചെലവാക്കാം. ആ ലക്ഷങ്ങൾ ചെലവാക്കുമ്പോൾ അവർ കളം പിടിക്കുക. ദുബായിൽ മാത്രമല്ല, മുംബൈയിൽ, കേരളത്തിൽ. മൂർത്തീസ് ജ്വല്ലറിയുടെ ഷെയറുകൾ 15% ഇടിഞ്ഞു. AN ജ്വല്ലറിക്കുണ്ടായ നേട്ടം 25%. 120 നിന്നും 150 അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഈ ഒറ്റ ഡീൽ കൊണ്ട് AN ജ്വല്ലറിയുടെ ഷെയറുകൾ കുതിച്ചു കയറി. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഏകദേശം 30% ഇടിവാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ ഷെയറുകൾക്കുണ്ടായിരിക്കുന്നത്. ഇത് ഇൻവെസ്റ്റേഴ്സിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേട്ടല്ലോ, നാളിതുവരെ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിട്ടില്ല. ഇതിലും നല്ലത് വലിയൊരു രോഗത്തിൽ നിന്ന് മുക്തനായെങ്കിലും വാർദ്ധക്യത്തിന്റെ ആവശ്യമുള്ള എന്നെ വേദന അറിയാതെ കൊല്ലുന്നതായിരുന്നു. എന്തൊക്കെയാ ഇദ്ദേഹം പറയുന്നേ? വസുന്ധരെ, നമ്മൾ ഒന്നിച്ചിട്ട് എത്ര വർഷമായി? 52 വർഷം. ഇതിനോടകം എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ? മൂർത്തി ജ്വല്ലറി തകർന്നു എന്ന് താൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ അങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ടോ? എന്റെ കാരണവന്മാരെ കേൾപ്പിച്ചിട്ടുണ്ടോ? നിന്റെ കരണത്തെ ഞാൻ അടിച്ചു. എന്നാൽ നിന്റെ പ്രവൃത്തി കാരണം എന്റെ ഹൃദയം കീറി മുറിഞ്ഞിരിക്കുക. മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളൊക്കെ എന്റെ മനസ്സിൽ ഇടിമുഴക്കം പോലെ കിടക്കും. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് പോയേ പറ്റൂ. കിരീടവും ചെങ്കോലും ഉപേക്ഷിച്ച് ഈ രാമൻ ഈ സീതയില്ലാതെ കാനനവാസത്തിനിറങ്ങുന്നു. ഇവൾക്കും ഇവളുടെ ഉദരത്തിൽ പേറുന്ന കുഞ്ഞിനും ഈ കണ്ണീർ കടൽ സമ്മാനിച്ചവരോട് ഇവൻ പൊറുക്കുമോ? കാണുന്നില്ലേ ഇതൊക്കെ?